ഉദ്യോഗസ്ഥ തലത്തിലുള്ള അനാസ്ഥ അത് കണ്ടില്ലെന്ന് നടിക്കുന്ന ജനങ്ങൾ തിരഞ്ഞെടുത്ത വലിയ നേതാക്കന്മാർ. കൊച്ചി നഗരം കാലാകാലങ്ങളായിട്ട് നേരിടുന്ന ഈ വെള്ളക്കെട്ട്, മഴ വരുമ്പോൾ ഉണ്ടാവുന്ന വെള്ളക്കെട്ടുണ്ടല്ലോ, ഇതിന് കാരണക്കാര് ഇത്തരത്തിലുള്ള വലിയ നേതാക്കന്മാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ശരിയാണെന്ന് പറയും? ഒരു പരിധിവരെ ഞാൻ അതിനോട് യോജിക്കുന്നു. എന്തുകൊണ്ടാണ് യോജിക്കുന്നത്? കാരണം ഞങ്ങളുടെ പരിസരത്ത്, എൻ്റെ പേര് റെന്നി സാമുവൽ എന്നാണ്. റെനി സാമുവൽ, ഹ്യൂമൻ റൈറ്റ്സ് ഫോറം കൊച്ചി മണ്ഡലം കോർഡിനേഷൻ സെക്രട്ടറിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ പരിസരത്ത് ഉണ്ടായിട്ടുള്ള വർഷങ്ങളായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ നല്ല വെള്ളക്കെട്ടാണ്. രൂക്ഷമായിട്ടുള്ള വെള്ളക്കെട്ട. ഏകദേശം ഒരു വർഷക്കാലത്ത് 2.5 അടി പൊക്കത്തിലാണ് മഴക്കാലത്ത് വീടുകളിലേക്ക് വെള്ളം കയറി വരുന്നത്. ഈ വെള്ളക്കെട്ട് കൊച്ചി നഗരം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായിട്ട് മഴ പെയ്യുന്ന മഴ സീസണിലൊക്കെ വലിയ രീതിയിൽ നമ്മൾ വാർത്തകളൊക്കെ കാണാറുള്ളതാണ്. ജനങ്ങൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കൊച്ചിൻ കോർപ്പറേഷന്റെ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ്. ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയോ? ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ ഏകദേശം 75% കൊച്ചിൻ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ തന്നെയാണ്. അല്ല, അതെന്തുകൊണ്ടാണ് അങ്ങനെ? അതുകൊണ്ട് ഇവര് മെയിൻ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നില്ല. പ്രോപ്പറായിട്ട് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ പരിസരത്ത് കൊച്ചിൻ കോർപ്പറേഷൻ വക ഒരു മുനിസിപ്പാലിറ്റി തോടുണ്ടായിരുന്നു. ആ തോട് നികത്തി എടുത്തിട്ട് വർഷങ്ങളായി. അതായത് നിങ്ങളുടെ പരിസരത്ത് ഞങ്ങളുടെ പരിസരത്ത് മുനിസിപ്പാലിറ്റി കൊച്ചിൻ കോർപ്പറേഷൻ തോടുണ്ടായിരുന്നു. ആ തോട് 100-150 വർഷം പഴക്കമുള്ള കൊച്ചിൻ കോർപ്പറേഷന്റെ തോടാണത്. ആ തോട് വില്ലേജ് ഓഫീസിലും BTR റെക്കോർഡ്സിലും എല്ലാത്തിലും അത് തോടായിട്ട് തന്നെ വർഷങ്ങളായിട്ട് നാളിതുവരെ നിലനിൽക്കുന്നത്. ആ തോട് കൈകേറി എടുത്തത് ഒരു വ്യക്തിയാണ് കൈകേറി എടുത്തേക്കുന്നത്. അതിനെതിരെ ചോദ്യം ചെയ്യാനായിട്ട് കൊച്ചിൻ കോർപ്പറേഷൻ അധികാരികൾക്ക് പരാതി കൊടുത്തിട്ടും അവിടുത്തെ MLAക്ക് KJ മാക്സിക്ക് പരാതി കൊടുത്തിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല. MLA ആരായിരുന്നു? കൊച്ചി മണ്ഡലം MLA KJ മാക്സി. KJ മാക്സി ആണ് നിങ്ങൾ ഈ പറയുന്ന പ്രദേശത്തിന്റെ MLA. CPM നേതാവ്. പരാതി കൊടുത്തിട്ട് അവിടുത്തെ വാർഡ് മെമ്പർക്ക് കൗൺസിലർക്ക് പരാതി കൊടുത്തു. ഷൈല തദാവൂസ് ഒരു നടപടി എടുത്തില്ല. അതിനുശേഷം MLAക്ക് പരാതി കൊടുത്തു. MLA എന്താ പറഞ്ഞത്? MLA പറഞ്ഞത്, ഞാനിത് വർഷങ്ങളായിട്ട് കാണുന്ന കാര്യങ്ങളല്ലേ, എനിക്ക് ഇതിലൊന്നും ഇടപെടാൻ പറ്റത്തില്ല, നിങ്ങളൊരു കാര്യം ചെയ്യും, കോടതിയെ സമീപിക്കും. ഇതാണ് പറയുന്നത്. ആ MLA വിചാരിച്ച് സിമ്പിൾ ആയിട്ട് മാറ്റാവുന്ന ഒരു കേസ് മാത്രമേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ്? അതായത് MLA കൃത്യമായിട്ട് പറഞ്ഞു, എനിക്ക് ഇതിൽ ഇടപെടാൻ പറ്റില്ല, നിങ്ങൾ കോടതിയെ സമീപിക്കൂ. MLAക്ക് ശരിക്കും മാറ്റാൻ പറ്റില്ലായിരിക്കും. അതല്ല, MLAക്ക് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പ്രധാന കാരണം MLAക്ക് ആക്ഷൻ, ഞങ്ങൾ കോർപ്പറേഷൻ അധികാരികൾക്കും കളക്ടർക്കും അതേപോലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും പരാതി കൊടുത്ത ശേഷം മാത്രമാണ് ഈ പറഞ്ഞ പ്രസ് മീറ്റ് വിളിച്ചു. അതിനുശേഷം പ്രസ് മീറ്റ് വിളിച്ചതിന് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അവിടെ കൊച്ചിൻ കോർപ്പറേഷനിലെ 24-ാം ഡിവിഷൻ, പഴയ 24-ാം ഡിവിഷനിലെ പുറമ്പോക്ക് തോടായ 1888 സർവേയിലുള്ള പുറമ്പോക്ക് തോട് ഈ പറയുന്ന VJ ഹൈസിന്ത് എന്ന് പറഞ്ഞ വ്യക്തി നികത്തി എടുത്തേക്കാണ് എന്ന് ഞങ്ങൾ പോയി പറഞ്ഞു. അല്ല, ഈ തോട് എങ്ങനെയാണ് ഇദ്ദേഹം നികത്തി എടുക്കുന്നത്? തോട് നികത്തി അദ്ദേഹത്തിന്റെ ഭാര്യക്ക് സ്ത്രീധനം കിട്ടിയ ഭൂമിയോട് ചേർന്നാണ് ഈ തോട് സ്ഥിതി ചെയ്യുന്നത്. നോണച്ചാൽ തോടിന് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ വസ്തുവിനോട് ചേർന്നാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ തോട് നികത്തി എടുത്തു എന്നുള്ളതാണല്ലോ പ്രശ്നം. ഈ പ്രശ്നം കാരണം അവിടെ ആ പ്രദേശത്ത് ജീവിക്കുന്ന എത്ര ജനങ്ങളുണ്ട്? 10-25-30 കുടുംബങ്ങളുടെ വെള്ളക്കെട്ടലാണ് ആ പ്രശ്നം. കുറെ അധികം ഫാമിലീസ് ഉണ്ട്. ഈ തോട് നികത്തിയെടുത്തത് കൊണ്ട് മാത്രമാണ് അവിടെ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നതാണോ താങ്കൾ പറയുന്നത്? അതെ, തോട് നികത്തി പരമ്പരാഗതമായിട്ട് അവിടെ ഉള്ള ഒരു തോടാണ്. ആ തോട് നികത്തിയെടുത്തത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വെള്ളപ്പൊക്കം രൂക്ഷമാകും. ആ തോടിലൂടെയാണ് മഴക്കാലത്ത് വെള്ളം ഒഴുകി രാമേശ്വരം കനാലിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് പിന്നെ കായലിലേക്ക് കയറുന്നത്. പക്ഷെ ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ് നികത്തി ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നികത്തി മതിൽ കെട്ടി വസ്തുവിനോട് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ഈ മഴക്കാലത്ത് ഒഴുകി പോകുന്ന എങ്ങോട്ട് വെള്ളം ഒഴുകിപ്പോവും? വെള്ളം ഒഴുകിപ്പോയുള്ള പാത്തൽ അടച്ചു കെട്ടിയെടുത്തേക്കുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങൾ പരാതികൾ കൊടുത്തത്. RDOക്ക് പരാതി കൊടുത്തത്. ഞങ്ങൾ ഇതിപ്പോ 2023 മുതൽ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. കേസ് കൊടുക്കണം, ഹൈക്കോടതിയിൽ കേസ് സ്റ്റാർട്ട് ചെയ്യണത് 2024-ലാണ്. കാരണം എനിക്ക് ഉറപ്പായി, കാരണം ഇത് നിയമപരമായിട്ട് ജുഡീഷ്യറിനെ ആശ്രയിച്ചാൽ മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്നുള്ളൊരു വസ്തുതയിലെ ഒരു ബോധത എനിക്ക് വന്ന ശേഷമാണ് ഞാനത് നിർത്തിയത്. നിങ്ങൾ പറയുന്നതിൽ നിങ്ങൾ ഈ പറയുന്നു, അതായത് ഈ തോട് നികത്തിയെടുത്തത് കൊണ്ട് മാത്രമാണ് അവിടെ ജനങ്ങള് വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത്. അത് ശരിയാണോ? ആണല്ലോ. മുമ്പവിടെ വെള്ളക്കെട്ട് ഉണ്ടായിട്ടില്ല. അവിടെ ഇപ്പോഴും ജീവിച്ചിട്ടുണ്ട്. ഒരു 10-80 വയസ്സുള്ള പ്രായമുള്ള അമ്മമാരും അതേപോലെയുള്ള എൻ്റെ അമ്മക്ക് തന്നെ 68 വയസ്സായി. ഇവരൊക്കെ അവിടെ കല്യാണം കഴിച്ച് വന്ന് ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായല്ലോ.
അവരുടെ കാലത്ത് ഈ സമയത്തുള്ള വെള്ളക്കെട്ടും കാര്യങ്ങളൊന്നും ഉണ്ട്. ഇത് തുടങ്ങിയിട്ട് ഏകദേശം 10-12 വർഷം മുമ്പായി തുടങ്ങിയിട്ട് ആയിട്ടുള്ളൂ. അതിനു മുമ്പ് അവിടെ വെള്ളക്കെട്ടില്ല. അതിനു മുമ്പ് വെള്ളക്കെട്ടില്ല. അല്ല സംഭവം. ഈ തോട് നികത്തത് പൂർണ്ണമായും നികത്തിയത് ഹൈസന്ത് വിജയ ഹൈസന്ത് ഈ തോട് പൂർണ്ണമായും നികത്തിയിട്ട് 3.5-4 വർഷം ആയിട്ടുള്ളൂ. ആരാ ഈ വിജയ ഹൈസന്ത്? വിജയ ഹൈസന്ത് എന്ന് പറയുന്നത് അവിടത്തെ ഒരു പരിസരവാസിയാണ്. വിക്ടോറിയ ലിൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഭർത്താവാണ് ഈ പറഞ്ഞ വിജയ ഹൈസന്ത്. അദ്ദേഹം NCPയുടെ ജില്ലാ സെക്രട്ടറി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഈ ഇദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് അവിടുത്തെ MLA സ്വീകരിച്ചു പോന്നുകൊണ്ടിരിക്കുന്നത് വർഷങ്ങളായിട്ട്. കാരണം ഇത്രയും നാളും ആ തോട് നികത്താതിരിക്കാൻ വേണ്ടി CPM ഏരിയ സെക്രട്ടറി ആയിട്ടുള്ള വിജയദാസനും അതേപോലെയുള്ള അതിനു മുമ്പിട്ടുള്ള DYFയുടെ നേതാവ് പ്രകാശനും ഒരുപാട് നാള് ശ്രമിച്ച കാര്യങ്ങളാണ്. അവിടെ പോയിട്ട് എല്ലാ വർഷം പോയിട്ട് കൊടികളൊക്കെ കുത്തും. നമ്മൾ പരിസരവാസികൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്താ ചിന്തിക്കുന്നത്? പാർട്ടി ഇത് ഏറ്റെടുത്ത കാര്യമാണ്, പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകും എന്നൊരു വിശ്വാസത്തിലാണ് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത്. പാർട്ടിയിലായിരുന്നു നിങ്ങളുടെ പ്രതീക്ഷ മുഴുവൻ? പാർട്ടി ജനങ്ങളെ സഹായിക്കും എന്നൊരു പ്രതീക്ഷ നമുക്ക് ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷ എന്തായി? ആ പ്രതീക്ഷ അസ്തമിക്കാൻ കാരണം ഈ 3-4 വർഷം മുമ്പ് ഈ ഇദ്ദേഹം നികത്തിയെടുത്ത ശേഷം മതിൽ കെട്ടുന്ന സമയത്ത് അവിടുത്തെ നസ്രത്ത് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിട്ടുള്ള ഈ PJ ദാസൻ പോയിട്ട് അത് തടഞ്ഞു. CPMന്റെ ഏരിയ സെക്രട്ടറിയാണ്. കെട്ടാൻ പറ്റുന്ന തടഞ്ഞു. അദ്ദേഹം പ്രശ്നങ്ങൾ ഉണ്ടാക്കി, മതിൽ മറിച്ചിട്ടു, എല്ലാം ചെയ്തു. CPMലെ അണികളും പ്രവർത്തകരും എല്ലാവരും കൂടി വന്നിട്ടാണ് തടഞ്ഞത്. പക്ഷേ അതിനെ തൃണവൽഗണിച്ചുകൊണ്ട് 1 മാസത്തിന് ശേഷം അദ്ദേഹം വീണ്ടും നികത്തി കെട്ടി. എന്തുകൊണ്ട്? അവിടെ എന്തോ സംഭവിച്ചു. അതെങ്ങനെ സംഭവിച്ചു? ഫോൺ കോളുകൾ വന്നിട്ടുണ്ട്. എവിടെയൊക്കെയോ വന്നു. അപ്പൊ മാക്സി പറഞ്ഞിട്ടുണ്ട്, ഈ സംഭവം നിങ്ങൾ ഇതിൽ ഇടപെടണ്ട, നിങ്ങൾ അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല. അത് അദ്ദേഹം ഇപ്പൊ നമ്മുടെ പാർട്ടിയിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ പറഞ്ഞത് കേട്ടില്ല. നമ്മളുടെ സുഹൃത്തുക്കൾ കുറച്ചു പേര് CPM ഉണ്ടല്ലോ, അവര് വഴിയായിട്ട് ഞാൻ അറിഞ്ഞ കാര്യങ്ങളാണ്. മാക്സി ഇങ്ങനെ പറഞ്ഞു. മാക്സിയുടെ പൂർണ്ണ ഒരു 50% സപ്പോർട്ട് ഈ വിജയ ഹൈസന്തിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇദ്ദേഹം ഇത്രയും ധൈര്യത്തോടെ ഇത് നികത്തെടുക്കുന്ന കാരണം. അതിനുള്ള തെളിവുകളൊന്നും അങ്ങനെ ഒരു MLA ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്, വലിയ തെറ്റ് തന്നെയാണ്. പക്ഷെ അങ്ങനെ ഒരു MLA ചെയ്യൂ? അതുകൊണ്ടാണല്ലോ ഞങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ പരിസരവാസികളെല്ലാം കൂടി ഒരു നിവേദനം തയ്യാറാക്കി MLA കൊണ്ടേ കൊടുത്തത്. അപ്പൊ MLA ആക്ഷൻ എടുക്കാത്ത എന്തുകൊണ്ടാണ്? MLA എന്താണ് അപ്പൊ പറഞ്ഞത്? അപ്പൊ MLAക്ക് ഇത്രയും വലിയ വാലുമേലും മുണ്ടമ്പേലിലും ഉള്ള തോടുകളൊക്കെ ക്ലീൻ ചെയ്യാനും അതിന് മുന്നോടിയായിട്ട് പ്രശ്നത്തിൽ ഇറങ്ങി നിന്ന് നേതൃത്വം വഹിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ MLAക്ക് പറ്റുമെങ്കിൽ എന്തുകൊണ്ട് മാവേലി സോമിലിന് പടിഞ്ഞാറ് വശമുള്ള തോട് നികത്തിയെടുത്തതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെ വിളിച്ച് നികത്തിയെടുത്ത ആളെ വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കോർപ്പറേഷൻ അധികാരികളെ വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് ഓർഡർ ചെയ്തിട്ട് ഇത് പൊളിപ്പിച്ച് മാറ്റാനായിട്ട് MLA എന്തുകൊണ്ട് ആക്ഷൻ എടുത്തില്ല? ഞങ്ങൾ പരിസരവാസികൾ ചോദിക്കുന്ന ചോദ്യം അതുകൊണ്ടാണ്. എന്തുകൊണ്ട് MLA ആക്ഷൻ എടുത്തില്ല? അതിനുള്ള അധികാരമില്ലേ? കോർപ്പറേഷൻ സെക്രട്ടറിയെ വിളിച്ചുകൊണ്ട് പറയാലോ, ഇത് കോർപ്പറേഷന്റെ പുറമ്പോക്ക് തോടാണ്, ഇതിനുള്ള വ്യക്തമായിട്ടുള്ള പ്രൂഫുകൾ അവിടുത്തെ പരിസരവാസികൾ കാണിച്ചിട്ടുണ്ട്, വില്ലേജ് രേഖകൾ കാണിച്ചിട്ടുണ്ട്, BTR റെക്കോർഡ്സ്, FMB സ്കെച്ച് ഉണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ആക്ഷൻ എടുക്കുന്നില്ല? ഞങ്ങൾ ഈ നിയമപോരാട്ടം തുടങ്ങിയിട്ട് 3.5 വർഷത്തോളമായി. ഈ 3.5 വർഷത്തിനിടയിൽ ഇപ്പൊ കോടതിയിൽ നിന്നുള്ളൊരു ഉത്തരവ് കിട്ടിയോണ്ട് മാത്രമാണ് അത് പൊളിക്കാൻ പറ്റിയത്. അതല്ലെങ്കിൽ അത് അവിടെ തന്നെ കിടക്കും, ഇദ്ദേഹത്തിന്റെ കസ്റ്റഡിയിൽ തന്നെ കിടക്കും ഈ തോട്. നമുക്ക് ഈ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പേര്? വിജയ ഹൈസന്ത്. ഇദ്ദേഹം എങ്ങനെയാണ് ഈ തോട് കയ്യേറുന്നത്? അതാണ് ചോദ്യം. എങ്ങനെയാണ് ഇദ്ദേഹം ഈ തോട് കയ്യേറുന്നത്? ഇദ്ദേഹത്തിന്റെ ഇത് എന്താണ്? പൊതു സാധനമാണ്, കോർപ്പറേഷന്റെ ആണ്, കനാലാണ്. അതിരൂക്ഷമായിട്ടുള്ള മഴ വരുമ്പം അതിലൂടെയൊക്കെ വെള്ളം ഒഴുകിയാൽ മാത്രമേ വെള്ളക്കെട്ടില്ലാതാവുള്ളൂ. അങ്ങനെ ഒരു തോട് എങ്ങനെയാണ് ഇദ്ദേഹം മണ്ണിട്ട് മൂടി തൻ്റെതാക്കി തൻ്റെ ഒരു മതിൽക്കെട്ടിന്റെ ഉള്ളിൽ ആക്കി മാറ്റുന്നത് എങ്ങനെയാണ്? അത് ഞാൻ പറഞ്ഞല്ലോ, മുൻപേ ഞാൻ പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പരമ്പരാഗതമായി കിട്ടിയ ഭൂമിയാണ് അത് ഇദ്ദേഹത്തിന്റെ പേരിലുള്ള ഭൂമിയല്ല, വിക്ടോറിയ ലിൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേരിലുള്ള ഭൂമിയാണ്. ആ ഭൂമിയുടെ ബൗണ്ടറിയോട് ചേർന്നാണ് ഈ തോട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ തോട് നികത്താൻ വേണ്ടി ഇദ്ദേഹം വർഷങ്ങളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് അദ്ദേഹം കോൺഗ്രസിലായിരുന്നു. അപ്പൊ ഇതിനെ എതിർത്തുകൊണ്ട് CPMലെ ആൾക്കാർ നിന്നു, കോൺഗ്രസ് ആയതുകൊണ്ട്. അങ്ങനെ മനസ്സിലായോ? അപ്പൊ ഇദ്ദേഹം 40 വർഷത്തോളം കോൺഗ്രസിന്റെ നേതാവായിട്ട് കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന കലാലയ രാഷ്ട്രീയം മുതൽ ഇദ്ദേഹം കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. ഇദ്ദേഹം ഇയാൾ കോൺഗ്രസിൽ ഉണ്ടായിരുന്ന കാലം മുതലേ ഈ തോട് നികത്താനായിട്ട് ശ്രമിച്ചു. അന്നേരം CPM എതിർത്തു, കൊടി വന്ന് കുത്തി. പക്ഷെ ഇയാൾ CPMലേക്ക് വന്നപ്പോ മൗനമായി.
കാരണം വിപ്ലവ പോരാളികളൊക്കെ മൗനമായി. മൗനമായി. സാധാരണ പാർട്ടിക്കാരനായല്ലോ, പാർട്ടിക്കാരൻ NCP-ലായി എന്ത് വൃത്തികേടും ചെയ്യാം. എന്ത് വൃത്തികളും ചെയ്യാം. NCP എന്ന് പറഞ്ഞാൽ CPM-ന്റെ ഘടകകക്ഷിയാണല്ലോ. അങ്ങനെ അതാണ്. ഓക്കെ, അപ്പൊ ഇതിനെതിരെ നമ്മൾ ഞാൻ നേരിട്ട് പോയിട്ട് ചാക്കോ സാറിനെ കണ്ടു. NCP-യുടെ പ്രസിഡന്റ് ചാക്കോ, എറണാകുളം ജില്ലാ പ്രസിഡന്റ് ചാക്കോ സാറിനെ പോയി കണ്ടിട്ട് ഞാൻ അവിടെ സാറ് ഉണ്ടായില്ല, പാർട്ടി ഓഫീസിൽ ഉണ്ടായില്ല. അപ്പൊ ഞങ്ങൾ നേരെ ഫോൺ വിളിച്ചു. ഞാൻ മാത്രമല്ല, അവിടുത്തെ പരിസരവാസികൾ, സ്ത്രീകൾ വരെ ഫോൺ വിളിച്ച് സംസാരിച്ചു ചാക്കോ സാറിനോട്. സാർ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നിങ്ങളുടെ നേതാവാണ് ഈ തോട് നികത്തി എടുത്തേക്കുന്നത്. ഇല്ല, അത് അദ്ദേഹത്തിന്റെ സ്ഥലമാണ്, അദ്ദേഹത്തിന്റെ സ്ഥലം, അദ്ദേഹത്തിന് സ്ത്രീധനം കിട്ടിയ, അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് സ്ത്രീധനം കിട്ടിയ ഭൂമിയാണ്, അതിലൊന്നും ഞങ്ങൾക്കൊന്നും ഇടപെടാൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് ഞങ്ങളെ മടക്കി അയച്ചു. അതിനുശേഷമാണ് ഞങ്ങള് നേരെ കോർപ്പറേഷന്റെ മുമ്പിൽ, വേറൊരു പാർട്ടിയും ഞങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് വന്നില്ല. ഒന്ന് ആലോചിക്കണം. കോൺഗ്രസിനെ ഞങ്ങൾ സമീപിച്ചു, കമ്മ്യൂണിസ്റ്റിനെ സമീപിച്ചു, BJP-യെ സമീപിച്ചു, ഇവരാരും ഞങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നില്ല. ലാസ്റ്റ് ഞങ്ങള് മറ്റേ നമ്മളെ SDPI-നെ സമീപിച്ചപ്പോൾ SDPI-യുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ കോർപ്പറേഷന്റെ ഫോർട്ട് സോണൽ ഓഫീസിന്റെ ഫ്രണ്ടിൽ ഒരു ധർണ നടത്തുന്നത്. ഇത് പൊളിപ്പിച്ച് മാറ്റണമെന്നും ഇതിനെതിരെ പോരാടണമെന്നും പറഞ്ഞ് ഞങ്ങൾ പരിസരവാസികൾ എല്ലാവരും കൂടി കോർപ്പറേഷൻ സെക്രട്ടറി, അന്ന് കോർപ്പറേഷൻ സെക്രട്ടറി ചെൽസിയാനിയുമാണ് അവർ ഇവിടെ മെയിൻ ഓഫീസിൽ ഇരുന്നിച്ചത്. കോർപ്പറേഷൻ ഫോർട്ട് സോണൽ ഓഫീസിൽ ഇരുന്നിച്ച സുജാകുമാരിയാണ്. അവരിപ്പോൾ റിട്ടയർഡായി പോയി. അവര് വരെ ഇതിന് ആക്ഷൻ എടുത്തില്ല. അവർ ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടിട്ട് ഓക്കെ, പരിഹാരം നമ്മൾ ശ്രമിക്കാം, നോക്കാം എന്നും പറഞ്ഞ് ഞങ്ങളെ മടക്കി അയച്ചു. ഞങ്ങൾ RDO മീനാൻ മാഡത്തിന് കൊണ്ട് പരാതി കൊടുത്തു. പരിസരവാസികൾ എല്ലാവരും ചേർന്ന് ജനകീയ കൂട്ടായ്മയുടെ പേരത്തിൽ ഒരു നിവേദനം തയ്യാറാക്കി RDOക്ക് കൊടുത്തു. RDO പറഞ്ഞ എന്താ, എത്രയും പെട്ടെന്ന് ഇത് പൊളിച്ചു മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞ് തഹസിൽദാർക്കും കോർപ്പറേഷൻ സെക്രട്ടറിക്കും ഓർഡർ കൊടുത്തു. എന്നിട്ട് വല്ല നടന്നോ? ഒന്നും നടന്നില്ല. ഇപ്പൊ എന്താണ് അവസ്ഥ? ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ഈ തോട് കൈകേറിയ VJ ഹൈസിനെതിരെ ആക്ഷൻ എടുത്തുകൊണ്ട് എൻക്രോച്ച്മെന്റ് പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. മതിലും മാത്രമല്ല, മതിലും അദ്ദേഹത്തിന്റെ ഫ്രണ്ട് മുൻഭാഗത്തും എൻക്രോച്ച്മെന്റ് ഉണ്ടായിരുന്നു. അതെല്ലാം കോടതി ഉത്തരവിനെ തുടർന്ന് പൊളിച്ചു മാറ്റി. എന്നിട്ട് അവിടെ സർവേ കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ താലൂക്ക് സർവേയർ ജയകുമാറിന്റെ നേതൃത്വത്തിൽ അവിടെ സർവേ കല്ലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പൊ തോട് പുനഃസ്ഥാപിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളുടെ വിപ്ലവം ജയിച്ചിരിക്കുന്നു. കോടതി അംഗീകരിച്ചു. നിയമയുദ്ധം എന്റെ നേതൃത്വത്തിൽ അവിടെ ഒരു നിയമയുദ്ധം നടത്തിയത് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അവിടെ ഇങ്ങനൊരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത്. ഇദ്ദേഹം എനിക്ക് തോന്നുന്നു ഇദ്ദേഹം എന്താണ് ഈ JCB വന്നിട്ട് JCB വന്നപ്പോ ഇദ്ദേഹം തടഞ്ഞ് എന്തോ ഇദ്ദേഹത്തിന്റെ വിചാരം താനെന്തോ കഴിക്കുന്ന ഈ ടിയാൻമെൻ സ്ക്വയറിൽ ഇതിന്റെ മുമ്പിൽ ഒരാൾ വന്ന് നിൽക്കും, എന്തോ വലിയ വിപ്ലവമാണ് എന്നാണ് പുള്ളി വിചാരിക്കുന്നത്. അതേ രീതിയിൽ തന്നെ ഇദ്ദേഹം JCB-യുടെ മുമ്പിൽ, ഹിറ്റാച്ചിയുടെ മുമ്പിൽ വന്ന് നിന്നു. എന്നെ കൊന്നിട്ട് മാത്രം ഇത് നിങ്ങൾ പൊളിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പൊ പോലീസ് ഇടപെട്ട് ഇദ്ദേഹം എന്ത് ജനപ്രതിനിധിയാണ്? അതെ, ജനങ്ങളെ കൊള്ളടിച്ചോണ്ടിരിക്കുകയല്ലേ. അതെനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരാൾക്ക് എങ്ങനെയാണ് കോടതി ഉത്തരവനുസരിച്ച് കയ്യേറിയ ഒരു ഭൂമിയിലെ ആ തോട് പുനഃസ്ഥാപിക്കാനായിട്ട് JCB ആയിട്ട് വരുമ്പോ നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അതിന്റെ മുമ്പിൽ ഇങ്ങനെ വന്നിട്ട് നിൽക്കുന്നതാണോ വിപ്ലവം? അല്ല, അതാണോ വിപ്ലവം? ആണ് ഞങ്ങൾ ജനങ്ങളും ചോദിക്കുന്നത്. ജനങ്ങളും അവിടുത്തെ പരിസരവാസികളും എല്ലാവരും ചോദിക്കുന്നത് അതുകൊണ്ടാണ്. ഇദ്ദേഹം നല്ലൊരു രാഷ്ട്രീയക്കാരനാണെങ്കിലോ അല്ലെങ്കിൽ നല്ലൊരു പൊതുപ്രവർത്തകനാണെങ്കിലോ ഇദ്ദേഹം ഇങ്ങനെ ഒരു പോക്കൃത്തനം ചെയ്യുമോ? ചെയ്യില്ല. ഇദ്ദേഹം 2 പ്രാവശ്യം കൗൺസിലറായിരുന്ന ആളാണ്. കോർപ്പറേഷന്റെ വേറെ പനയപ്പള്ളിയില്ല, കോർപ്പറേഷൻ കൗൺസിലറായിട്ട് 1995, 2000, 2005 കാലയളവിൽ 2 പ്രാവശ്യം കൗൺസിലറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അന്ന് മുതലേ അവിടെ കുറെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതി കൂടിയാണ് ഇദ്ദേഹം. ഇദ്ദേഹം ഇതേപോലെ പോലീസിനെതിരെയും ഒരുപാട് അലിഗേഷൻസ് ഉണ്ട് പോലീസിനെതിരെ നടത്തിയത്. എന്നിട്ട് പോലും പോലീസുകാർ ഇദ്ദേഹത്തിനെ രമ്യതയിൽ, വളരെ സൗമ്യതയിലായി വിളിച്ചുകൊണ്ട് പോകുന്നത്. ഒരു സാധാരണക്കാരനാണ് ഇതേപോലെയുള്ള തോടുകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നികത്തിയെടുത്ത് വെച്ചെങ്കിൽ പിടിച്ച് അപ്പൊ തന്നെ 2 ഇടിയും കൊടുത്ത് പോലീസ് സ്റ്റേഷനിൽ ഇടും. ഇദ്ദേഹത്തിനെ അപ്പൊ തന്നെ വണ്ടിയിൽ പിടിച്ചു നിർത്തി. നോക്കൂ, അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പം പറഞ്ഞിരിക്കുന്നത് ഒരു പ്രദേശത്തിന്റെ പ്രശ്നമാണ്. ഇവിടെ മട്ടാഞ്ചേരിയിലുള്ള ഒരു പ്രദേശത്തിന്റെ പ്രശ്നമാണ്, നിയോജക മണ്ഡലത്തിലെ ഒരു പ്രദേശത്തിന്റെ പ്രശ്നമാണ്. കൊച്ചി മട്ടാഞ്ചേരി മാത്രമല്ല, വലിയ വിസ്തീർണതയിൽ വീണ്ടും കിടക്കുകയാണ്. അവിടെ ഒക്കെ ഇത്തരത്തിലുള്ള തോട് കയ്യേറിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ഈ കാരണത്താൽ ജനങ്ങൾ വെള്ളക്കെട്ട് അനുഭവിക്കുന്നുണ്ടാവില്ലേ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല, കുറെ സ്ഥലത്തെ ആളുകൾ അനുഭവിക്കുന്ന പ്രശ്നം കൂടിയാണ്.
ഇപ്പൊ ഇതേപോലെ തന്നെ ഒരു സാഹചര്യം വേറെ അവിടെ നിന്ന് ഒരു 100 മീറ്റർ മാറിയിട്ട് അവിടെ നിന്ന് എന്റെ ഇപ്പൊ ഈ പ്രശ്നം നടന്ന സ്ഥലത്ത് നിന്ന് ഒരു 100-150 മീറ്റർ മാറിയിട്ട് മൂലംകുഴി ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് വർഷങ്ങളായിട്ട് ബിൽഡിംഗ് പെർമിറ്റോ നമ്പറോ വീടിന്റെ കെട്ടിട നമ്പറോ ഇല്ലാതെ അവിടെ ഒരു 4 നില കെട്ടിടം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് മൂലംകുഴി ജംഗ്ഷനിൽ. അത് എങ്ങനെ അവർക്ക് അത് പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നു? അവിടെ നിരവധി കടകള്, മോളിൽ ജിമ്മ്, കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലെ, ജനങ്ങളെ സേവിക്കേണ്ട ജനപ്രതിനിധികൾ സ്വാർത്ഥ താല്പര്യം, തന്റെ താല്പര്യം മാത്രം സംരക്ഷിക്കുന്നവരായി മാറിത്തീരുന്നു എന്നുള്ളതാണ് ചോദ്യം. കൊച്ചി കോർപ്പറേഷൻ ഫോർട്ടോജി സോണൽ ഓഫീസ് അഴിമതിയിൽ മുങ്ങി കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. പണമുണ്ടെങ്കിലും അധികാരമുണ്ടെങ്കിലും അവിടെ ഫോർട്ടോജി കോർപ്പറേഷൻ ഓഫീസിൽ എന്തും ചെയ്യാം. ആ പരിധിയിൽ എന്താ പറയുക, ഇല്ലീഗൽ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ നടത്താം. ഇനിയിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്, ഒരു 10-12 വർഷത്തോളമായി അവിടെ മൂലംകുഴി ജംഗ്ഷനിൽ ഒരു ബിൽഡിങ് അനധികൃതമായിട്ട് അവിടെ പണിത് വെച്ചൊക്കെ വലിയ ബംഗ്ലാവ് പോലെ പണിത് വെച്ചിട്ടുണ്ട്. അത് കോർപ്പറേഷന്റെ പുറമ്പോക്ക് തോട് നികത്തിയിട്ടാ. 2.5 സെന്റ് സ്ഥലത്തോളം കോർപ്പറേഷന്റെ പുറമ്പോക്ക് തോട് നികത്തിയിട്ടാണ് ഈ പണിത ഉടമ അവിടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടത്തി വെച്ചേക്കണം. 1951 എന്ന് പറഞ്ഞാൽ ആ പുറമ്പോക്ക് തോടിന്റെ സർവേ നമ്പർ. ഇതിപ്പം ഇപ്പൊ ഈ JCB കോടതി ഉത്തരവ് വന്നു. ഇപ്പം എനിക്ക് തോന്നുന്നത് ഏറ്റവും ആദ്യം നിങ്ങൾ ഇത് കോടതിയിലേക്ക് പോകുന്നത് എപ്പോഴാണ്? നിയമയുദ്ധം ആരംഭിക്കുന്നത് എപ്പോഴാണ്? നിയമയുദ്ധം ആരംഭിക്കുന്നത് 2024 ഫെബ്രുവരി മാർച്ച് ആ കാലയളവിൽ. 2024 ഫസ്റ്റ് വിധി എന്തായിരുന്നു? ഫസ്റ്റ് വിധി വന്നേക്കണത് ഇത് ഇപ്പൊ 2025 നവംബർ 26-ാം തീയതിയാണ്. ഈ എൻക്രോച്ച്മെന്റ് എത്രയും പൊളിച്ചു മാറ്റണമെന്നും പറഞ്ഞ് ജഡ്ജി കുഞ്ഞികൃഷ്ണൻ, സിംഗിൾ ബെഞ്ച് ജഡ്ജിയാണ്, പുള്ളി ഓർഡർ ചെയ്തത്. ഹൈക്കോടതി ജഡ്ജി. നമ്മളുടെ അഡ്വക്കേറ്റ് എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് ബിനയ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റിന്റെ നേതൃത്വത്തിലാണ് എന്റെ അഡ്വക്കേറ്റ് അല്ല. കാരണം ഈ പ്രശ്നം നമ്മൾ കോടതിയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോ, ഈ ഒരു നിയമയുദ്ധ പോരാട്ടത്തിന് നമ്മൾ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞപ്പോ, വെറും 2-3 മാസം കൊണ്ട് തീരേണ്ട പ്രശ്നങ്ങൾ ഇത്രയും വലിച്ചു നീട്ടി ഈ 2-2.5 വർഷക്കാലത്തിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ അഡ്വക്കേറ്റാണ്. നമ്മുടെ അഡ്വക്കേറ്റിനെ വരെ സ്വാധീനിച്ചിട്ടുണ്ട്. അതെന്താ? സന്തോഷ് കുമാർ, TP സന്തോഷ് എന്ന് പറഞ്ഞ എന്റെ അഡ്വക്കേറ്റിനെ ഇത് സിമ്പിളായിട്ട് തീർക്കേണ്ട ഒരു കേസാണ്. കാരണം ഓൾറെഡി ഇതിന് തോട് നികത്താൻ പാടില്ലെന്ന് പറഞ്ഞ് ജഡ്ജ്മെന്റ് ഉള്ളതാണ്, മുനിസിപ്പൽ കോടതിയുടെ ജഡ്ജ്മെന്റ് ഉള്ളതാണ്. 2000 എന്റെ ഫാദർ CS Xavier സമ്പാദിച്ച ഒരു ജഡ്ജ്മെന്റ് ഉണ്ട്. അല്ല, നീർച്ചാലുകൾ നികത്താൻ പാടില്ല. അപ്പൊ അതിനെതിരെ മുനിസിപ്പൽ കോടതി അനുകൂലമായിട്ട് ഒരു ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട്. OS നമ്പർ 25/99. അതാണ് ആ ജഡ്ജ്മെന്റ്. ആ ജഡ്ജ്മെന്റിൽ വ്യക്തമായിട്ട് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ തോട് വെള്ളം ഒഴുകി പോകുന്ന ഒരു നീർച്ചാലാണ്, ഇത് തടസ്സപ്പെടുത്താൻ പാടില്ല എന്നും പറഞ്ഞ് വ്യക്തമായിട്ട് ആ ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെ തൃണവൽക്കരിച്ചുകൊണ്ടാണ് ഈ പറയുന്ന VJ ഹൈസന്തും, അതിൽ കോർപ്പറേഷൻ സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ട്, ഇത് ഒരിക്കലും ഈ തോട് നികത്താൻ പാടില്ലെന്ന്. അപ്പൊ കോർപ്പറേഷനും പോലും ഉദ്യോഗസ്ഥർ വരെ സപ്പോർട്ടീവായിട്ട് നിന്നിട്ടാണ് ഈ കാര്യങ്ങൾ അവിടെ നടത്തിയേക്കുന്നത്. അതിനെതിരെയാണ് നമ്മൾ ഹൈക്കോടതിയിൽ ഒരു റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തത്, WPC 27234. നമ്മുടെ അഡ്വക്കേറ്റ് സന്തോഷായിരുന്നു. അദ്ദേഹം ഈ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് വേറെ ഒരു 3-4 പേരെയും കൂടി ഞാൻ ഇതിൽ ഇംപ്ലീഡ് ചെയ്ത്, പരിസരവാസികളെ 3-4 പേരെയും കൂടി ഇതിൽ ഇംപ്ലീഡ് ചെയ്തുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് പോയത്. കാരണം നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ച അഡ്വക്കേറ്റ് വരെ ഈ കാര്യങ്ങൾ അവർ വിലക്ക് വാങ്ങി. ഈ പറയുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇവരെ വരെ വിലക്ക് വാങ്ങി. അതുകൊണ്ട് ഞാൻ പരിസരവാസികൾ 3 പേരെ വേറെ ഈ കേസിൽ ഇംപ്ലീഡ് ചെയ്ത് കയറ്റി. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇപ്പൊ അനുകൂലമായിട്ടൊരു വിധി വന്നു. ആ വിധിയുടെ അടിസ്ഥാനത്തിൽ പൊളിച്ചു നീക്കം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അവിടെ കോർപ്പറേഷൻ കൗൺസിലർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വതന്ത്രമായിട്ട് മത്സരിച്ച ബാസ്റ്റിൻ ബാബുവാണ്. പഴയ 10ാം ഡിവിഷനിലെ കൗൺസിലറാണ്. അപ്പൊ ബാസ്റ്റിൻ ബാബുവിന്റെ നേതൃത്വത്തിൽ ഈ 72ാം ഡിവിഷനിൽ കുറച്ച് മാറ്റങ്ങൾ വരുമെന്നാണ് ഞങ്ങൾ പരിസരവാസികൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ 2-3 ദിവസം മുമ്പ് ബാസ്റ്റിൻ ബാബുവിന് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പരിസരവാസികൾ 10-32 പേര് സൈൻ ചെയ്ത ഒരു നിവേദനവുമായി ഞങ്ങൾ തിങ്കളാഴ്ച ബാസ്റ്റിൻ ബാബുവിന്റെ ഓഫീസിൽ നേരിട്ട് പോയിട്ട്, ഒരു പ്രായമുള്ള ഒരു അമ്മയാണ് അത് കൊടുത്തത്, 80 വയസ്സുണ്ട് അവർക്ക്, ജനറ്റ് പോണെന്ന പേര്. അപ്പൊ അവർ കൊണ്ടേ കൊടുത്തിട്ട് പറഞ്ഞു, മകനെ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് പഴയതുപോലെ ഈ തോട് പുനഃസ്ഥാപിച്ച് തരണം, ഞങ്ങൾക്ക് അവിടുത്തെ വെള്ളക്കെട്ട് ഈ വർഷമെങ്കിലും ഞങ്ങൾക്ക് അവിടുത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. ബാസ്റ്റിൻ ബാബുവിലാണ് ഞങ്ങൾക്ക് ഇനി അവസാനത്തെ പ്രതീക്ഷ. ബാസ്റ്റിൻ ബാബു ഇത് മാറ്റി പഴയതുപോലെ ആ തോട് പുനഃസ്ഥാപിച്ചു തരുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങള് എന്തുകൊണ്ടാണ് ഈ MLA മാക്സിക്ക്
ഇത്രയും ഇതിൽ ഇൻവോൾവ് ഉണ്ടെന്ന് സംശയിക്കാനുള്ള സാഹചര്യം കൂടി ഞാൻ പറയാം. കാരണം ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും ഈ തോട് പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഹൈക്കോടതി ഉത്തരവ് വന്നിട്ടും അത് ഹൈക്കോടതി ഉത്തരവിട്ടിട്ട് അധികാരികൾ, കോർപ്പറേഷൻ അധികാരികൾ പൊളിച്ചിരിക്കാൻ വന്നത് ഇത്രയും വലിയൊരു പ്രശ്നം നടക്കുകയാണ്. മട്ടാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ MLA ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. അതല്ലേ ചോദ്യം. MLA അവിടെ ആ ഭാഗത്തേക്ക് ഇതുവരെ വന്നിട്ടില്ല. പരിസരവാസികൾ ഒരു പരാതി കൊടുത്തു, അത് അന്വേഷിക്കാൻ വേണ്ടി MLA ആ ഭാഗത്തേക്ക് വന്നിട്ടില്ല. ഹൈബിയിടം വന്നിട്ടില്ല. MP കൊടുത്തു, MP പരാതി കൊണ്ടേ കൊടുത്തു. MP വന്നിട്ടില്ല ആ ഭാഗത്തേക്ക്. എന്റെ MP എന്താണിത്? അതേപോലെ വാർഡ് കൗൺസിലർ, ആദ്യമേ വാർഡ് കൗൺസിലർ ശൈലജ ദിവസത്തിന് കൊടുത്തു. ശൈലജ ദിവസം പറഞ്ഞ മറുപടിയാണ്, എനിക്ക് BJ ഹൈസത്തിനെ പേടിയാണ്, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ നേരെ MLAക്ക് പരാതി കൊടുക്കും. MP വന്നില്ല, MLA വന്നില്ല. വാർഡ് കൗൺസിലറിന് മുങ്ങിക്കളയുന്നു. എപ്പോ വിളിച്ചാലും ആ വാർഡ് കൗൺസിലറിന് താല്പര്യമില്ല ഈ പ്രശ്നത്തിൽ ഇടപെടാൻ വേണ്ടി. ജനം പൊറുതിമുട്ടുകയാണ് ഇങ്ങനെയുള്ള രാഷ്ട്രീയ കോമരങ്ങളൊക്കെ കൊണ്ട്. മനസ്സിലായോ? അത്രയ്ക്കും ഇവരെന്തിനാണ് ശരിക്കും ജനങ്ങൾ വോട്ട് ചെയ്ത് ഇവരെ ജയിപ്പിക്കുന്നത്? എന്തിനു വേണ്ടിയാ? ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയല്ലേ ജയിപ്പിക്കുന്നത്? ആലോചിച്ച് നോക്കും. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്ത് ഇവരെ എന്ത് വിശ്വസിച്ചാണ് ഇവരെ വീണ്ടും നമ്മൾ ഭരണത്തിലേക്ക് കയറ്റേണ്ടത്? ഞാൻ ചോദിക്കുന്ന ചോദ്യം അതാണ്. എന്ത് വിശ്വസിച്ച് ഇവരെ വീണ്ടും ഇപ്പൊ ഈ അടുത്ത ഇലക്ഷനിൽ ഇവര് നിന്ന് കഴിഞ്ഞാൽ തന്നെ എന്ത് വിശ്വസിച്ച് ജനങ്ങൾ അധികാരത്തിലേറ്റണം? നിരവധി പ്രശ്നങ്ങൾ. ഇപ്പൊ അവിടെ ചെമ്മീൻസ് ജംഗ്ഷനിൽ, മട്ടാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ ചെമ്മീൻസ് ജംഗ്ഷനിൽ ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ കൊച്ചി കോർപ്പറേഷനിൽ 1.5 മാസമായി കയറി ഇറങ്ങി നടക്കുന്നത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? കാലിലെ ചെരുപ്പ് എന്റെ വണ്ടിയിൽ കുറെ തേയ്മാനം സംഭവിച്ചു, അല്ലാണ്ട് ഒന്നും നടക്കാൻ പോണില്ല. ഞാൻ വിവരാവകാശം ഇട്ടിട്ടുണ്ട്. വിവരാവകാശം ഇട്ടിട്ട് 2 മാസം ആകാൻ പോകുന്നു. ഒരു മറുപടി എനിക്ക് കിട്ടിയിട്ടില്ല. അവിടുത്തെ ഈ വാർഡ് ഇപ്പൊ നിലവിലെ 72 ഡിവിഷനിലെ ഓവർസിയർ എന്ന് പറയുന്നത് സുനിൽകുമാറാണ്, KP സുനിൽകുമാർ. ഇദ്ദേഹം ഇനി 3 മാസം കൂടി ഉള്ളൂ റിട്ടയർഡ് ആകാനായിട്ട്. ഇദ്ദേഹം ലീവാ. ജോലി കറക്റ്റായിട്ട് അദ്ദേഹം ചെയ്യുന്നില്ല. ഒരു 3-4 ദിവസമായി ഇദ്ദേഹം ലീവ് എടുത്തിട്ട്. ഈ KJ മാക്സി ഒരു അഴിമതിക്കാരനാണോ? KJ മാക്സി അഴിമതിക്കാരനാണോ എന്ന് ജനങ്ങളോടാണ് ചോദിക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ജനങ്ങളുടെ എല്ലാവരുടെയും ഒരു വിശ്വാസം എന്ന് പറയുന്നത്, ജനങ്ങളുടെ എല്ലാവരുടെയും ഒരു മനസ്സിൽ തോന്നുന്നത് അഴിമതിക്കാരനായിരിക്കാം. കാരണം അതുകൊണ്ടാണല്ലോ അദ്ദേഹം പറയാത്തത്, അതുകൊണ്ടാണല്ലോ ഇദ്ദേഹം കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോയത്, അതുകൊണ്ടാണല്ലോ ഇത്രയും ഒരു സാധാരണ അദ്ദേഹം എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പറ്റില്ലെന്ന് പറഞ്ഞു. അതുള്ള വോയിസിനെ കൂടെ നമ്മളിലുണ്ട്. അദ്ദേഹം എന്റെ മുഖത്ത് നോക്കി പറഞ്ഞതാണ്. ഞങ്ങൾ പരിസരവാസികൾ 2-3 പേര് ഒരു പ്രായമുള്ള എന്റെ ഒരു പരിസരവാസിയാണ് ജോസഫ് ഗിൽറോയ് എന്ന് പറഞ്ഞ ആൾ. അദ്ദേഹവുമായിട്ട് ഞങ്ങൾ നേരെ ചെന്നതാണ്. വെളുപ്പിന് ഒരു 7 മണിക്ക് 6:30 മണി സമയത്ത് ഇദ്ദേഹത്തെ കാണാൻ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോയതാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഓഫീസ് റൂമിൽ ഇരുന്നുകൊണ്ടാണ് ഇദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകര് ഒരുപാട് കഷ്ടപ്പെട്ടാണ് ആ തോട് പുനഃസ്ഥാപിക്കാൻ വേണ്ടി, അതിനുവേണ്ടി ചെയ്തതാണ്. അപ്പൊ ഞാൻ അപ്പത്തെ പറഞ്ഞു, നിങ്ങളുടെ പാർട്ടി പ്രവർത്തകര് ഇത് ഏറ്റെടുത്ത സമയത്ത് ജനങ്ങളുടെ പ്രതിനിധി എന്ന നിലയിലാണല്ലോ നിങ്ങളത് ഏറ്റെടുത്ത്. പിന്നെ ഞങ്ങൾ എന്തിനാണ് പറഞ്ഞത്? ഞങ്ങൾ പാർട്ടിയിലാണ് പ്രതീക്ഷ. ഞങ്ങൾക്ക് അവിടുത്തെ പരിസരവാസികളുടെ പ്രതീക്ഷ മൊത്തം CPM എന്ന പാർട്ടിയിലായിരുന്നു. വർഷങ്ങളായിട്ട് CPM എന്ന പാർട്ടി ഇത് പുനഃസ്ഥാപിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരുന്നയിച്ചത്. പക്ഷെ പാർട്ടി പ്രവർത്തകര് എന്തുകൊണ്ട് പിന്തിരിഞ്ഞു? അതാണ് ചോദ്യം. എന്തുകൊണ്ട് ഇവർ പിന്തിരിഞ്ഞു? ആരുടെ ഉത്തരവ് കൊണ്ടാണ് പിന്തിരിഞ്ഞത്? അതും കയ്യേറ്റം. കോർപ്പറേഷന്റെ ഒരു പൊതു പ്രശ്നം, ഇത്രയും പേര് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നം ഉണ്ടായിട്ട് മട്ടാഞ്ചേരി നിയോജകമണ്ഡലത്തിലെ MLA ആ പരിസരത്ത് കണ്ടിട്ടില്ല ഇതുവരെ. ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ജനങ്ങൾക്ക് വേണ്ടി, അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ ഒരു പ്രധാന നേതാവ് എന്തുകൊണ്ട് ഈ ജനങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. അത് ഇനിയും തുടരും ആ പരാതി. കാരണം ഇപ്പൊ ഈ ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് അത് പൊളിച്ചു നീക്കം ചെയ്തിട്ടും ഈ പ്രശ്നത്തിന് പരിഹരിക്കാം, അത് മുൻകൈ ഇട്ടുകൊണ്ട് ആ തോട് പുനഃസ്ഥാപിക്കാനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യാം, ഒരു MLA എന്ന നിലയിൽ ഞാനത് വന്ന് നിറവേറ്റി തരാം എന്ന് അവിടുത്തെ പരിസരവാസികൾക്ക് ഇതുവരെ MLA ഉറപ്പ് കൊടുത്തിട്ടില്ല. ഇത്രയും വലിയ മീഡിയ കവറേജ് ഉണ്ടായ പ്രശ്നമാണ്. 24 ന്യൂസ്, മനോരമ ചാനൽ, ജനം TV, അങ്ങനെ എല്ലാ 2-2.5 വർഷമായി ഈ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചാനലുകളിലെ വാർത്ത വരുന്നു, ഇതുവരെയും യാതൊരു നടപടി എടുത്തിട്ടില്ല. അപ്പൊ ജനങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും മാക്സി ഇതിൽ നിന്ന് മാറി നിൽക്കുന്നതിന്റെ പ്രധാന കാരണം
ഈ വി ജെ ഹൈസന്ത് NCP-യിലേക്ക് മാറിയത് കൊണ്ടും അതേപോലെ തന്നെ വി ജെ ഹൈസന്തിന്റെ രാഷ്ട്രീയ സ്വാധീനം ഈ പറയുന്ന മാക്സിക്ക് ആവശ്യമായത് കൊണ്ടും ആകാം ഇദ്ദേഹം ഇതിലിടപെടാത്തത്, കണ്ണടയ്ക്കുന്നത്. അതായത് സ്വന്തം പാർട്ടിയിലുള്ള ആളുകൾ എന്ത് പോക്രതനം കാണിച്ചാലും അത് KJ മാക്സി അല്ല, അതൊരു വല്ലാത്തൊരു ഇതാണ്. കോൺഗ്രസ് ഈ ഹൈസന്ത് അല്ലേ, വി ജെ ഹൈസന്ത് കോൺഗ്രസിലുള്ളപ്പോ ഇതേ വിഷയത്തിന് എതിർത്തു, പാർട്ടിക്കാര് വന്ന് കൊടികുത്തി. ഇയാള് ഇപ്പുറത്തേക്ക് മാറിയപ്പോ എവിടത്തേക്ക് NCP-യിലേക്ക് മാറിയപ്പോ ഘടകകക്ഷിയാണല്ലോ, മിണ്ടുന്നില്ല. അതൊരു വല്ലാത്ത തട്ടിപ്പാണ്. അതാണ് വിഷയം. പാർട്ടിക്കാർക്ക് പൈസയും KJ മാക്സിയുടെ പവറും ഉണ്ടോ, കൊച്ചിയിൽ എന്തും ചെയ്യാം.